എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് LP UP സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങൾ എന്നുള്ള ടോപ്പിക്കിൻ്റെ അകത്ത് വരുന്ന സബ് ടോപ്പിക്കുകളാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഓൾറെഡി അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, അതുപോലെ തന്നെ വേലുത്തമ്പി ദളവ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇത്രയും വീഡിയോസ് കാണാത്തവരാണെങ്കിൽ അതുകൂടി കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പാലിയത്തച്ചൻ എന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. കൊച്ചി നാട്ടുരാജ്യത്തിലെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവന്മാർ അറിയപ്പെടുന്നത് പാലിയത്തച്ചൻ എന്നാണ്. മുൻപ് ഇവർ അറിയപ്പെട്ടിരുന്നത് മേനോന്മാർ എന്നായിരുന്നു. 1632 മുതൽ 1809 വരെ കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമുഖ്യൻ എന്ന പദവി അലങ്കരിച്ചിരുന്നത് പാലിയത്തച്ചൻ. പാലിയം കുടുംബത്തിലെ മുതിർന്ന അംഗത്തിൻ്റെ സ്ഥാനപ്പേര് വലിയച്ചൻ എന്നായിരുന്നു. ശക്തൻ തമ്പുരാൻ്റെ കാലത്ത് ദളവാസ്ഥാനം വഹിച്ചിരുന്നത് പാലിയത്തച്ചനാണ്. കൊച്ചി രാജാവ് കഴിഞ്ഞാൽ ഈ പ്രദേശത്തെ അധികാരവും പദവിയും സമ്പത്തുമുള്ള ആളുകളായിരുന്നു പാലിയത്തച്ചന്മാർ. കൊച്ചിയിലെ അവസാനത്തെ പാലിയത്തച്ചനാണ് ഗോവിന്ദൻ പാലിയത്തച്ചൻ. തിരുവിതാംകൂർ ദളവയായിരുന്ന വേലുത്തമ്പിയുമായി സഖ്യമുണ്ടായിരുന്നത് ഗോവിന്ദൻ പാലിയത്തച്ചനാണ്. ഇരുവരും സൗഹൃദ ബന്ധത്തിലായതിനാൽ വേലുത്തമ്പി ദളവയുടെ പോരാട്ടങ്ങളെ സഹായിച്ചത് ഗോവിന്ദൻ പാലിയത്തച്ചനായിരുന്നു. പാലിയത്തച്ചൻ കൊച്ചി മന്ത്രി മുഖ്യനായിരുന്നപ്പോൾ കൊച്ചി റെസിഡൻറ്റ് കേണൽ മെക്കാളയായിരുന്നു. 1808 വേലുത്തമ്പി ദളവയും പാലിയത്തച്ചനും ചേർന്ന് കേണൽ മെക്കാളയുടെ ബോൾഗാട്ടി പാലസ് ചെന്ന് അദ്ദേഹത്തെ വധിക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ വധശ്രമം നടന്നില്ല എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ വേലുത്തമ്പിയുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വധശ്രമം ഇരുവരും നടത്തിയതിനെ തുടർന്ന് ബ്രിട്ടീഷുകാർ കൊച്ചി ആക്രമിക്കുകയും ഗോവിന്ദൻ അച്ഛനെ മദ്രാസിലേക്ക് നാട് കടത്തുകയും സെൻറ്റ് ജോർജ് കോട്ടയിൽ തടവിലാക്കുകയും ചെയ്തു. പിന്നീട് പാലിയത്തച്ചനെ ബോംബെയിലേക്ക് കൊണ്ടുപോവുകയും അദ്ദേഹത്തിൻ്റെ മരണം വരെ അവിടെ തന്നെ തടവിലാക്കുകയും ചെയ്തു. അദ്ദേഹം 1832 മരിക്കുകയാണ് ചെയ്തത്. അതോടെ പ്രധാനമന്ത്രി പദവി ഒഴിവാക്കി ദിവാൻ പദവി വന്നു. പാലിയത്തച്ചൻ്റെ സൈനികർ ചെമ്പിൽ അരയൻ. പാലിയത്തച്ചന്മാരുടെ ആസ്ഥാനം ചേന്നമംഗലത്താണ്. ഡച്ചുകാരുടെ സഹായത്തോടെ പാലിയത്തച്ചൻ നിർമ്മിച്ച ഡച്ച് മോഡൽ കൊട്ടാരമാണ് ഇന്നും പാലിയത്തച്ചന്മാരുടെ ആസ്ഥാനം. ഈ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത് ചേന്നമംഗലത്താണ്. അപ്പോൾ പാലിയത്തച്ചനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഒരു സത്യാഗ്രഹമുണ്ട്. സത്യാഗ്രഹത്തിൻ്റെ പേര് പാലിയം സത്യാഗ്രഹം എന്നാണ്. പാലിയം സത്യാഗ്രഹത്തിൻ്റെ കാലഘട്ടം 1947 മുതൽ 1948 വരെയാണ്. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. 1947 പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം അഹിന്ദുക്കൾക്കും താഴ്ന്ന ജാതികൾക്കും ലഭിക്കുന്നതിന് വേണ്ടി നടത്തിയ സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സി കേശവൻ. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് മാറ്റപ്പാടം മൈതാനത്ത് വെച്ചാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സി കേശവനാണ്. 1947 ഡിസംബർ 4 അദ്ദേഹം ഉദ്ഘാടനം നിർവഹിച്ചത്. പാലിയം സത്യാഗ്രഹത്തിന് വഴി തെളിയിച്ച സമ്മേളനം 1946 എറണാകുളത്ത് വെച്ച് നടന്ന അവകാശ പ്രഖ്യാപന സമ്മേളനമായിരുന്നു. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രധാന സംഘടനകളാണ് SNDP, പുലയ മഹാസഭ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പോലീസുകാരുമായുള്ള സംഘട്ടനത്തിൽ കൊല്ലപ്പെട്ട AG വേലായുധനാണ് പാലിയം സത്യാഗ്രഹത്തിലെ രക്തസാക്ഷി. അക്കാലത്ത് പാലിയം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങളാണ് ചിറക്കൽ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം, കൊച്ചിൻ കോവിലകം. ഇനി നമുക്ക് നോക്കേണ്ടത് പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ വനിതകൾ ആരൊക്കെയാണെന്നാണ്. അപ്പോൾ അതിലെ പ്രധാന വനിതാ നേതാവെന്ന് പറയുന്നത് ആര്യപ്പള്ളമാണ്. പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത കൊടുങ്ങല്ലൂർ കോവിലകത്തെ അന്തർജനങ്ങളാണ് കുഞ്ഞൂട്ടി, രമ, കൊച്ചിക്കാവ്, ഇന്ദിര എന്നിവർ. ഇനി കൊച്ചി കോവിലകത്തിൽ നിന്ന് പങ്കെടുത്തവരാണെങ്കിൽ കേരളവർമ്മ, രവിവർമ്മ. ചിറക്കൽ രാജവംശത്തെ തമ്പുരാട്ടി രമാദേവിയും പാലിയം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു.
പാലിയം സത്യാഗ്രഹം അവസാനിച്ചത് കൊച്ചിയിലെ ക്ഷേത്രപ്രവേശന വിളംബരത്തോടു കൂടിയാണ്. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം 1947 ഡിസംബർ 20. കൊച്ചി ക്ഷേത്രപ്രവേശനം പുറപ്പെടുവിച്ചത് AK ഗോപാലനാണ്. കൊച്ചി ഗവൺമെൻറ് എല്ലാ വിഭാഗക്കാർക്കും ക്ഷേത്രപ്രവേശനം അനുവദിച്ച വർഷം 1948 ഏപ്രിൽ. അവർണർക്കും അഹിന്ദുക്കൾക്കും പാലിയം റോഡിലൂടെ സഞ്ചരിക്കാൻ സ്വാതന്ത്ര്യം ലഭിച്ച വർഷം 1948 ഏപ്രിൽ. പാലിയം സത്യാഗ്രഹ സമയത്തെ സ്ത്രീ സമരക്കാരുടെ പ്രസിദ്ധീകരണം അറിയപ്പെടുന്നത് ശ്രീദേവി. നോട്ട് ചെയ്ത് വെച്ചേക്കുക. പാലിയം സത്യാഗ്രഹ വേളയിൽ സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ടോടെ ലേഖനം വന്ന പത്രം മലയാള മനോരമ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പാലിയത്തച്ഛൻ എന്ന ടോപ്പിക്കിനുള്ളിൽ വരുന്നത്. അപ്പോൾ മുൻപത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തേക്കാം. നമ്മുടെ വീഡിയോസ് എല്ലാം ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.